നാളെ ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് ആണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മഴയുടെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു നേരിയ ശമനമുണ്ട്, പക്ഷേ ഒരല്പം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇനിയും മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. വ്യാപകമായിട്ട് മഴ ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ മഴ ഈ മണിക്കൂറുകളിൽ ഈ പകൽ പെയ്തത് മൂന്നാർ മേഖലയിലാണ്. അതിന്റെ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് മണ്ണെടുപ്പ് നടത്തിയിട്ടുണ്ട്. അത് മഴക്കാലമാകുമ്പോഴേക്കും ആളുകൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന എന്ന തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് ഒരു ആശങ്ക കൂട്ടുന്ന തരത്തിലേക്ക് ഇന്ന് ചില ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ അവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിയുള്ള യാത്ര പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. മാത്രമല്ല ജാഗ്രത പാലിക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പല ഭാഗത്തും വ്യാപക നാശനഷ്ടം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. 2 വീടുകൾക്ക് മുകളിലേക്കാണ് മരം കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചത്. മാത്രമല്ല തൊടുപുഴ മേഖലയിൽ വ്യാപകമായിട്ടുള്ള കാറ്റായിരുന്നു. ഏക്കർ കണക്കിന് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിക്കുന്ന അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലും അതേ സമാനമായ രീതിയിൽ കാറ്റ് പല ഭാഗത്തും വീശുന്നുണ്ട് എന്നുള്ളതാണ് നേരിയ ഒരു ആശങ്കയ്ക്ക് കാരണം. എന്തായാലും മറ്റ് ആളപായങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇന്നലെ ഈ നെടുങ്കണ്ടത്തിന് സമീപം പാമ്പാടും പാറയിൽ മരമൊടിഞ്ഞു വീണ ഒരു അതിഥി തൊഴിലാളി മരിച്ചിരുന്നു. അവരിന്ന് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2 ഡാമുകൾ ഇടുക്കി ജില്ലയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് രണ്ടും ചെറിയ ഡാമുകളാണ്. അവിടെ നിന്ന് വെള്ളം കല്ലാർകുട്ടി ഡാമാണ് ഒന്ന്. അവിടെ നിന്ന് മുതിരപ്പുഴയാറിലേക്ക് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.